നമസ്കാരം. സമാധാനമുള്ള ഒരു നല്ല ലോകത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോക ജനത മുഴുവൻ. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നാണ് ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് BJP പാളയത്തിൽ ഉണ്ടാക്കിയത് വലിയ ഉത്സാഹമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുങ്ങുകയാണ്. സന്തോഷവും സങ്കടവും ഇടകലർന്ന വാർത്തകളിലൂടെയാണ് ഈ ആഴ്ച നമ്മൾ സഞ്ചരിച്ചത്. അവിടെ എപ്പോഴോ നമ്മുടെ മനസ്സിൽ തങ്ങി നിന്ന ചില വാർത്തകളും ഉണ്ടാകും. എപ്പോഴൊക്കെയോ ആ വാർത്തയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മൾ അവിടെ പിടിച്ചിരുന്നിട്ടുമുണ്ടാകും. അങ്ങനെയുള്ള വാർത്തകൾ ഏതെല്ലാമാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം ജോയ്സിലേക്കാണ്. ജോയ്സ്, കഴിഞ്ഞ ആഴ്ചയിൽ ജോയ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാർത്ത ഏതായിരുന്നു? റോജി, ശരിക്കും കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കുറച്ച് നാളുകളായിട്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇറാനിലെ വാർത്ത. ഇപ്പം ഈ അടുത്ത് വരുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സോൾട്ടാനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആൾക്കാരെ ഇവർ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്കുണ്ടാവുന്ന ഒരു അവസ്ഥ അത് പുറം ലോകത്തിന് വലിയ കാര്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ട് കാലത്ത് നമ്മൾക്ക് കേട്ടുപരിചയം മാത്രമുള്ള പല ശിക്ഷാരീതികളുണ്ടായിരുന്നു. വൈദ്യുതി കസേര, അതുപോലെ നഖങ്ങൾ പോലും പച്ചയ്ക്ക് പറിച്ചെടുക്കുക, അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള കെട്ടിത്തൂക്കി അടിക്കുക, ബോധം പോകുന്ന പോലെ കെട്ടിത്തൂക്കിയിട്ടിട്ട് അടിക്കുക, കൈയും കാലും വലിച്ച് പീസാക്കി പറിച്ചെടുക്കുക, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള ശിക്ഷാരീതികളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ പ്രാചീന കാലത്തെ ശിക്ഷാരീതികൾ തന്നെയാണ് ഇപ്പോഴും ഇറാനിൽ തുടരുന്നത്. അതിന് അവര് പറയുന്ന ഒറ്റ കാരണമുള്ളൂ, ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തു, ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച്, അത് എന്ത് വിഷയമായാലും ശരി, മതപരമായാലും ശരി, സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ആയാലും ശരി, ഈ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് രാജ്യദ്രോഹ കുറ്റമാണ്. അല്ലാതെ ആ ഭരണകൂടത്തിന്റെ പിടിപ്പുകളാണെന്ന് അവർ സമ്മതിക്കത്തില്ല. അത് തിരുത്താനായിട്ട് അവർ തയ്യാറാവത്തില്ല. അവിടെ ജയിലിൽ കഴിയുന്ന ജനങ്ങളുടെ അവസ്ഥ ശരിക്കും പുറം ലോകത്തേക്ക് വരുന്നില്ല. ഇപ്പൊ നമുക്കറിയാം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ, എത്ര പേര് കൊല്ലപ്പെട്ടെന്നോ, എത്ര പേരെ ഈ ഭരണകൂട വെടിവെച്ച് കൊന്നെന്നോ, അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും സമരങ്ങൾ ഉണ്ടോ, എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് അറിയത്തില്ല. കാരണം ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആണ്. അവിടെ മൊത്തം ഇന്റർനെറ്റും ഉള്ള എല്ലാ സംവിധാനങ്ങളും, ഈ സാറ്റലൈറ്റ് പോലുള്ള സംവിധാനങ്ങളായാലും ശരി, സ്റ്റാർലിങ്ക് ആയാലും ശരി, എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് പുറംലോകവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പുറംലോകത്തുള്ള ഇറാൻ വംശജർക്ക് തന്നെ സ്വന്തം വീട്ടുകാരായിട്ടോ, അല്ലെങ്കിൽ അവിടെ നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്റെ വീട്ടുകാർ ജീവനോടെ ഉണ്ടോ, അവർക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ നീറി കഴിയുന്ന ഒരു സമൂഹം, പുറത്തും അകത്തും. ഇവർക്ക് തമ്മിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പനും മകനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല, മകൻ അപ്പനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കുടുംബത്തിൽ നിന്നും പുറത്തു പോയി ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടാവും, മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടാവും. അവർക്ക് സ്വന്തം കുടുംബം, ഭാര്യയും മക്കളും എന്താണ്, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇത് ഒന്നും അറിയത്തില്ലാതെയാണ് ഇവര് ദിവസവും കടന്നു പോകുന്നത്. അവരുടെ ഒരു മാനസിക സംഘർഷാവസ്ഥ നമ്മൾ തന്നെ ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോട്ടെ, ഇനിയിപ്പോ ഇവര് പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് അതിക്രൂരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പണ്ട് കാലത്ത് ചുമ്മാ ഈ എന്താ പറയാ, ഒരു മൃഗത്തോട് പോലും ചെയ്യാത്ത അതുപോലെയുള്ള ക്രൂരതകള് മനുഷ്യന്മാരോട് ഈ ജയിലുകളിൽ വെച്ചിട്ട് ചെയ്യുന്നു. കാരണം ഇനി മേലാൽ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് ആരും തല പൊക്കരുത്, അവനെ അടിച്ചമർത്തുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വരച്ച വരയിൽ നിർത്താനുള്ള ഒരു ശ്രമം ഇത് കാലങ്ങളായിട്ട് ഇറാനിൽ നടക്കുന്നതാണ്. വധശിക്ഷ പോലും ഇപ്പം ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങളിലേ ഉള്ളൂ. കൂടുതലും നമുക്കറിയാം ഇസ്ലാമിക് രാജ്യങ്ങൾ, സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഇപ്പം കൂടുതലും ഉള്ളത്. അതും അങ്ങേയറ്റം എന്തെങ്കിലും ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്ത ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഇറാനിലെ സ്ഥിതി അതല്ല. അവരിപ്പോഴും ഒരു 10 നൂറ്റാണ്ട് പുറകിലാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് ശരിക്കും എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ എന്റെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു. തീർച്ചയായിട്ടും ഇറാനിലെ ഒരു പ്രശ്നം, ഒരു പ്രതിഷേധക്കാരെ നേരിടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണടിച്ച് തീർക്കാന്നുള്ളതാണ്. അതായത് കണ്ണിലേക്ക് വെടിവെക്കുക, ഇങ്ങനെയാണെങ്കിൽ കാല് തല്ലി ഒടിച്ച് കളയുക. അതായത് ഇനി അവർ ജീവിക്കുകയാണെങ്കിൽ കൂടി ഒന്നിനും പറ്റാത്ത ആൾക്കാരായിരിക്കണം, നരകിച്ച് ജീവിക്കണം. ഇത് കണ്ടുകൊണ്ട് പ്രക്ഷോഭകാരികൾ ഭരണകൂടത്തിന്റെ ഒന്നും പറയാതെ നിശബ്ദരാകണം എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോയിന്റ് വല്ലാതെ ഹാർട്ട് ടച്ച് ചെയ്തു. കാരണം ഇപ്പൊ നമ്മളുടെ കൂടെയുള്ള ഒരാളെ, നമ്മളുടെ മകനോ അമ്മയോ അച്ഛനോ ആരും ആയിക്കൊള്ളട്ടെ,
പോലീസ് അല്ലെങ്കിൽ ഭരണാധികൾ പിടിച്ചുകൊണ്ട് പോകുന്നു, പിന്നെ ഒന്നും അറിയാൻ കഴിയുന്നില്ല, ക്രൂരമായ പീഡനം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത് ഇറാനിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലല്ലോ, ഓക്കെ അവിടെ ഇറാനിലല്ലേ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കങ്ങനെ സംഭവിച്ചു പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്രയും വേദന ഉണ്ടാകുന്നതല്ലേ ജോണേ? അതെ. അവിടെ നിന്ന് കേട്ട വേറൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ചുപോയ ആൾക്കാരുടെ ബന്ധുമിത്രാദികൾ, ഇപ്പോൾ അപ്പനും അമ്മയും ആയിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളായിക്കോട്ടെ, അവരുടെ മൃതശരീരങ്ങൾ കറുത്ത ബാഗുകളിലൊക്കെ ആക്കിയിട്ടാണ് ഇറാൻ ഭരണകൂടം വെക്കുന്നത് തെരുവുകളിലൊക്കെ. അപ്പോൾ ഇത് പരിശോധിക്കേണ്ടി വരുന്ന അവസ്ഥ മാത്രമല്ല, അടുത്തത് ഈ മൃതദേഹങ്ങൾക്ക് ബുള്ളറ്റ് ഫീസ് എന്ന് പറഞ്ഞൊരു ഫീസ് ഈടാക്കും അവർ. വെടിയുണ്ടകൾക്ക് ഫീസ് ഈടാക്കുന്ന പോലെ ആ ഫീസ് കൊടുത്താൽ മാത്രമാണ് ഇവർക്ക് മൃതദേഹം കിട്ടുന്നത്, കുഴിച്ചിടാനൊക്കെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന്. ഇനി വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു അവസ്ഥ ബ്ലാക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിളിക്കുന്നത് ബെർലിൻ മതിൽ പോലത്തെ ഒരു സവിശേഷമായ ഒരു അവസ്ഥ, ഒരു അവസ്ഥയാണെന്ന് പറയുന്നത്. അതായത് ബെർലിൻ മതിൽ ഉണ്ടായപ്പോൾ എന്താണ്, ഇരു ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അതോടെ നിഷേധിച്ചു. അതായത് ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ ആ റിലേറ്റീവ്സ് ആയിട്ടുള്ള ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് പോയി. പക്ഷേ ഇവിടെ ഇറാനിൽ എന്ന് പറഞ്ഞ ഒരു രാജ്യവും മറ്റ് ലോകവും തമ്മിലുള്ള, രാജ്യവും ലോകവും തമ്മിലുള്ള ആ ബന്ധം അതോടെ നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിന് എന്താണ് അവിടെ നടക്കുന്നത് അറിയാൻ സാധിക്കുന്നില്ല. അതേസമയം ഈ ഇറാനിലെ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിളിച്ചു പറയാൻ ഇവർക്ക് പുറത്തേക്ക് വിളിച്ചു പറയാൻ സഹായത്തിന് വേണ്ടി സാധിക്കുന്നില്ല. 2 ദിവസം മുമ്പ് ജെറുസലേം പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അത് ഇസ്രായേൽ ഇറക്കുന്ന ന്യൂസ് പേപ്പറാണ്. അപ്പോൾ അവിടേക്ക് അവർക്ക് ലഭിച്ച ചില ശബ്ദ സന്ദേശങ്ങളും അതുപോലെ തന്നെ ചില ടെക്സ്റ്റ് മെസ്സേജുകളും പറയുന്നത് ഇങ്ങനെയാണ്: ഇവർക്ക് വീഡിയോ ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, മാത്രമല്ല സന്ദേശങ്ങളൊക്കെ അയക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടെക്സ്റ്റ് അയക്കുമ്പോൾ പറയാണ്, ഈ പോലീസുകാർ ഇവരുടെ ഗാർഡുകൾ എന്ന് പറയുന്ന, അതായത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഗാർഡുകൾ എന്ന് പറയുന്ന ആൾക്കാർ നഗരങ്ങളിലൂടെ പട്രോളിംഗ് നടത്തുവാണ്. ഈ ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ അവർക്ക് ഷൗട്ട് ചെയ്ത്, പുറത്തിറങ്ങിയാൽ നിങ്ങൾ മരണത്തിന്റെ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സംഘർഷപൂരിതമായ അവസ്ഥ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇറാന്റെ ഭരണകൂടം ആർക്കു വേണ്ടിയാണ് നിലനിൽക്കേണ്ടത്? ഇറാനിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് എന്തിനോ വേണ്ടിയിട്ട്, ഒഴുക്കിൽ ഒതളങ്ങിയ പോലെ എന്തിനോ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ വേറെ എന്തൊക്കെയോ പർപ്പസിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭരണകൂടം വളരെ വളരെ ലോകത്തിന് മുമ്പിൽ വളരെ നാണക്കേടായ ഒരു ഭരണകൂടമാണ് ഇറാന്റെ ഭരണകൂടം. ഞാൻ തീർത്തും പറയും. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെയാണ് അവർ, നേരത്തെ ജോയ്സ് പറഞ്ഞ പോലെ പ്രതികരിച്ചു എന്നൊരു കാര്യം മാത്രമാണ് ചെയ്തത്. അങ്ങനെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ഇത്ര ക്രൂരമായ രീതിയിൽ ആക്രമിക്കുക എന്ന് തന്നെ നമുക്ക് പറയാം. ശിക്ഷ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആക്രമിക്കുന്ന ഈ ഭരണകൂടം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ചിലപ്പോൾ നോക്കുമ്പോൾ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുക, അല്ലെ അഞ്ജലി? തീർച്ചയായിട്ടും. മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണകൂടം എന്തിനാണ് അവിടെ ഉള്ളത്? അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം ഒരു മതരാഷ്ട്രമാക്കാനുള്ള, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് തന്നെ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് അവിടുത്തെ രീതികൾ. അതെ, ക്രൂരമായ ഒരു വിനോദമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഭരണാധികാരികൾക്ക്. ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കാനും കഴിയാത്ത ഭരണകൂടങ്ങൾ ഏതൊരു നാടിനും ശാപം തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുക തന്നെ ചെയ്യാം. നമുക്ക് ജോണിലേക്കാണ്. ഇത് ഒരു ആഴ്ചയായിട്ടുള്ള ന്യൂസ് അല്ല, അതിനേക്കാൾ മുമ്പായിട്ടുള്ള ന്യൂസാണ്. പക്ഷെ നമ്മൾ പുറലോകം അറിഞ്ഞത് ഒരാഴ്ചയായിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ കാര്യം. 19-ാം തീയതിയാണ് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ചയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ന്യൂസ് ശരിക്കും ഉണ്ടായ സംഭവം ജനുവരി 4-ാം തീയതി ഉണ്ടായതാണ്. ഒഡീഷയിൽ ഒരു പാസ്റ്റർ ആളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പാസ്റ്ററുടെ വീട്ടിലേക്ക് ബജ്റംഗ് ദൾ പ്രവർത്തകർ, അത് വേണമെങ്കിൽ സംഘപരിവാറിന്റെ യൂത്ത് വിങ് എന്ന് വേണമെങ്കിൽ പറയാം, അവര് അതിക്രമിച്ചു കയറി നിർബന്ധിത മതപരിവർത്തന ആരോപിച്ചിട്ട് ഈ പാസ്റ്ററെയും പാസ്റ്ററുള്ള കൂടെയുള്ള ആൾക്കാരെയൊക്കെ മർദ്ദിക്കുന്നു. പാസ്റ്ററെ കൈയും കാലും കെട്ടി അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ചാണകം തീറ്റിക്കുന്നു. നമുക്ക് ചാണകം തീറ്റിച്ച് ഈ ഹിന്ദുത്വ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാൻ വ്യക്തിയോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ പിന്നീട് ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്ദന കാണുകയാണ്, അതായത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണാണ് ഇങ്ങനെ ക്ഷേത്രത്തിൽ കെട്ടിയിരിക്കുന്നു, ചാണകം തീറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇതെല്ലാം കാണുകയാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ. അതായത് ബജ്റംഗ് പ്രവർത്തകർ ഇങ്ങനെ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ജീവിയുടെ വിസർജ്യമൊക്കെ തീറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാണുമ്പോൾ ഇദ്ദേഹത്തെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടും പോലീസിൽ പരാതി കൊടുക്കാനൊക്കെ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ പോലീസുകാർ ഈ കാര്യത്തെ സീരിയസ് ആയി എടുക്കുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് കുറേ ചതവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിന് ആശുപത്രി കൊണ്ടുവന്നു. ആദ്യമൊക്കെ കേസെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവർക്കൊക്കെ. പിന്നീടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത, ഇവർക്കെതിരെ 9 പേർക്ക് കേസെടുത്തു എന്നൊക്കെ വാർത്ത ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് മറ്റു
മതങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. ഇന്ത്യ മതേതരത്വത്തിന് പേര് കേട്ട ഒരു രാജ്യമാണ്, ജനാധിപത്യത്തിന്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് പേര് കേട്ട ഒരു രാജ്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ തന്നെ, അതുപോലെ തന്നെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിക്ക് പേര്. അപ്പോൾ എവിടേക്കാണ് മറ്റു മതങ്ങൾ അവിടെ പേര് പച്ചപിടിച്ചു വളരുന്നു, അതൊരു ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലങ്ങൾക്ക് മറ്റു മതസ്ഥർക്ക്, ന്യൂനപക്ഷമായ മതസ്ഥർക്ക് അവിടെ താമസിക്കാനോ ജീവിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് ഇന്ത്യയുടെ അവസ്ഥ വളരെ താഴുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം. അതായത് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ സരസ്വതി പൂജ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ സ്കൂളിലൊക്കെ നടത്തിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ മറ്റു മതങ്ങളിലെ കയറിയിട്ട് അവിടെ എന്തിനാണ് ആക്രമിക്കുന്നത്? അപ്പോൾ ഇന്ത്യ ഒരു മതേതര രാജ്യത്തിനപ്പുറം ഒരു മതത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇന്ത്യയുടെ ജനവിഭാഗം പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഭരണപക്ഷം, അത് വേറൊരു കാര്യം ഞാൻ എടുത്തത്, ഇതിനെതിരെ തീരുമാനമെടുക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ധ്രുവീകരണം, ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഇതിന്റെ പേരിൽ പോളറൈസേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ തീർച്ചയായും ലോക രാജ്യങ്ങളുടെ നെറുകയിൽ ഇന്ത്യ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മതേതരത്വമുള്ള ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ എന്നുള്ളത്. അതായത് നേരത്തെ ജോൺ സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അത് നമുക്ക് എവിടെയും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇത്രയും നികൃഷ്ടമായ ഒരു സംഭവം അരങ്ങേറിയത്. ഇപ്പം ഒരു മൃഗത്തിൻ്റെ വിസർജ്യം കഴിപ്പിക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെ അടിമത്വം ഇതിലെത്രയോ ഭേദമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്. മനസ്സിൽ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സംഭവിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അല്ല ശരിക്കും ഇപ്പൊ റോജി, നമ്മൾ ഈ വിഷയം എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി തോന്നുന്നു, അതായത് ഒരു മതവിഭാഗം എന്ന് പറയുന്നതിൽ നല്ലത് ആ മതവിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഭാഗം എന്ന് പറയുന്നതായിരിക്കും. അതായത് വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ ലാഭത്തിനായിട്ട് വളച്ചൊടിക്കുന്ന കുറേയധികം പാർട്ടികളും സംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാം. അതുപോലൊരു സംഘടനയാണ് ഇപ്പൊ ജോൺ പറഞ്ഞ RSSന്റെ പോഷക സംഘടനയായിട്ടുള്ള ബജറംഗ് ദൾ. അപ്പം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദു ആയിട്ടുള്ള ഒരാളുണ്ടോ, നിങ്ങൾ RSS ആണ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ഹിന്ദു ആണ്, അത് ഹൈന്ദവ വിശ്വാസിയാണെന്നല്ല, നിങ്ങൾ RSS കാരനാണെന്നോ ആണ് ഇവരുടെ വാദം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ ഈ കുറച്ചു കാലത്തിന് ശേഷം, നമ്മുടെ കേന്ദ്രഭരണം BJP പിടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം, നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം കാവിക്കൊടികൾ വ്യാപകമായിട്ട് കാണാൻ തുടങ്ങി. അതായത് RSS പരിവേഷം, മൊത്തത്തിൽ ഒരു കാവ്യവൽക്കരണം നമുക്ക് കാണാൻ തുടങ്ങി. അതിന് മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ എവിടെയും ശ്രദ്ധിച്ചിട്ടില്ല. മുമ്പും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രത്തോളം ശക്തമായിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഉദ്ദേശിക്കുന്ന ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ RSS ആണ്, ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ RSS ആയിരിക്കണം. അതേപോലെ മറ്റൊരു വിഭാഗമാണ്, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ലീഗ് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ശരി, നമ്മുടെ നാട്ടിലുള്ള ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റുള്ളവർക്കെതിരെ എന്ത് ആക്രമണവും കാണിച്ച് ഈ ഒരു അജണ്ട, ഇപ്പൊ ജോൺ പറഞ്ഞ പോലെ തന്നെ അവർ മാത്രം മതി എന്നുള്ള ഒരു അജണ്ട, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം മാത്രം മതി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഒടിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമം വ്യക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടെയാണ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ രാജ്യത്തിനൊരു അപമാനമാണ്, നമ്മുടെ ജനങ്ങൾക്കൊരു അപമാനമാണ്, നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തിരുത്തേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. ആദ്യം തുടക്കത്തിൽ ജോയ്സ് പറഞ്ഞത് ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തപ്പെടുന്ന ഒരു രീതി, രണ്ടാമത് ജോൺ പറഞ്ഞത് ഒരു മിഷണറിയെ കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച രീതി. ഇതിലൊക്കെ എവിടെയൊക്കെയോ ഒരു സമാനതകൾ ഇല്ലേ എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യാത്ത തെറ്റിന് ആക്രമിക്കപ്പെടുകയാണ്, ഒരു തെറ്റും ചെയ്യുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ മുകളിലേക്ക് ആരോപിക്കപ്പെടുകയും അതിന് ക്രൂരമായ, മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിട്ട് തോന്നുന്നു. ഈ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഭരണഘടന തന്നിരിക്കുന്ന ഒരു മൗലിക അവകാശമുണ്ട്. അതായത് ഏത് മതത്തെയും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള ഒരു അവകാശം ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭരണഘടനയെ നോക്കുകുത്തിയായിട്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം, ആ പാസ്റ്റർ ഇവരോടെല്ലാം ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം പറയാണ്, ഇത് എന്റെ ജോലിയാണ്, ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ പിന്നെ എനിക്കതിൽ ഞാൻ പ്രതികരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ വിഷമം വിചാരിക്കേണ്ട കാര്യമോ രോഷാകുലനാവേണ്ട കാര്യമോ ഇല്ല, ഞാൻ ഇവരോടെല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് ആ പാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം.
തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും ഇത്രയും ക്രൂരമായി അപമാനവും വേദനയും ഒക്കെ സഹിച്ചൊരു വ്യക്തി എണീറ്റെന്ന് പറയുക നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതിലും വലിയൊരു പ്രതികാരം ലോകത്തിലുണ്ടോ? അത് ചെയ്ത ആൾക്കാരുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് കൂളായിട്ട് പറയുമ്പോൾ ആ വലിയ മനസ്സിന് മുൻപിൽ എത്രത്തോളം മറ്റുള്ളവർ നിസ്സഹായരായി പോയിട്ടുണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെ നമ്മൾ വലിയൊരു പാഠമാക്കി മാറ്റേണ്ടതുമാണ്. ഇനി അഞ്ജലിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ജലി അങ്ങനെ ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ തോന്നിയ ആ വാർത്ത? സൈബർ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ് പാലക്കാട് മേനോൻപാറ സ്വദേശിയായ അജീഷിന്റെ മരണം. ലോൺ ആപ്പിന്റെ കുരുക്കിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വല്ലാതെ ആഴത്തിൽ കൊണ്ട ഒരു സംഭവമായിരുന്നു. കാരണം പാലക്കാട് മാത്രം ഒൻപതാമത്തെ ആളാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നത് ഈ ലോൺ ആപ്പിന്റെ കുരുക്കില് കുടുങ്ങിയിട്ട്. ഈ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ 2 പ്രധാന കാരണങ്ങളാണ് എടുത്തു പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ലോൺ ആപ്പ് കൂടുതലായിട്ടും സജീവമാകുന്നതും മറ്റും. പക്ഷേ അതിനേക്കാട്ടുപരിയായിട്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു സ്വാധീനം ഈ ലോൺ ആപ്പുകളുടെ ഒരു മുന്നേറ്റത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ലോൺ ആപ്പ് എന്ന് പറഞ്ഞ ഈ വിഷയം തന്നെ പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഈ ലോൺ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതായത് ഇത് എത്രയും പെട്ടെന്ന് മറ്റുള്ള ബാങ്കുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവർ തരുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് അനുസരിച്ച് അതെല്ലാം അവിടെ സമർപ്പിച്ചാലേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. പക്ഷെ ഈ ലോൺ ആപ്പുകളെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. ഈസി ആയിട്ട് നമുക്ക് ലോൺ കിട്ടും, ചെറിയ എമൗണ്ടിന് ഈസി ആയിട്ട് ഈ ലോൺ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഭൂരിഭാഗം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ലോൺ ആപ്പിനെ സമീപിക്കുന്നത്. പക്ഷെ ഈ ലോൺ ആപ്പുകാര് സാധാരണക്കാരോട് ചെയ്യുന്നത് വളരെ വലിയ ക്രൂരതയാണ്. കാരണം ഒരിക്കലും ചെറിയ എമൗണ്ട് എടുത്തിട്ട് അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് തിരിച്ചു വാങ്ങുന്നു, എന്നാൽ തന്നെ ഇത് അവസാനിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കാണ് ഈ ലോൺ ആപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനൊരു അറുതി വരുത്താനായിട്ട് ഇതുവരെയും നിയമങ്ങൾക്കായിട്ടില്ല. ഇതിനു മുന്നേ ഒരു ഫാമിലി ഇതുപോലെ ലോൺ ആപ്പിന്റെ കുരുക്കിൽ പെട്ടിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അന്നേ തന്നെ ഇതിന്റെ ഒരു ഗൗരവം സർക്കാരുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചൊരു നടപടി എടുക്കാനോ ഒന്നിനും തയ്യാറായിട്ടില്ല. ഇനിയും ഇതുപോലെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ട് ഇതിലേക്ക് ഒരു അന്വേഷണം നടക്കുന്നതായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് തൊഴിലുണ്ടെങ്കിലോ ആവശ്യത്തിന് വേതനമില്ല എന്നൊരു പ്രശ്നം. 37 വയസ്സുകാരൻ, അതായത് ജീവിതം തുടങ്ങാൻ പോവുകയാണ് അജീഷിന്. അപ്പോഴാണ് തനിക്ക് പെട്ടെന്നൊരു പൈസ വരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ വിരൽത്തുമ്പിലാണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. നമ്മൾ പൈസ എടുക്കുന്നു, പക്ഷേ ഭീഷണി തുടർന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം തൊഴിലില്ലായ്മ തന്നെ ആണ് എന്നുള്ളതാണ്. കാരണം എൻ്റെ പല സുഹൃത്തുക്കളുമുണ്ട്, അവർക്ക് തൊഴിലുണ്ട് പക്ഷേ ആവശ്യമുള്ള വേതനമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോൺ ആപ്പിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. അത് 5000 രൂപ 10000 രൂപ ഒക്കെ എടുക്കുന്നു, പക്ഷെ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹം എങ്ങോട്ടായി പോകുന്നതെന്ന് ചിന്തിച്ചു പോകില്ല ജോയ്സേ? ശരിക്കും ഇപ്പം നമ്മൾ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു കൺട്രോളും വരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുള്ളതാണ്. ഞാനിപ്പം അഞ്ജലി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എന്താണ് സംഭവം എന്ന് ഇതിന്റെ ന്യൂസിനെ കുറിച്ച് ഒന്ന് നോക്കി. അപ്പോൾ തന്നെ ഇതാണ്ട് നമുക്ക് ബെറ്റിംഗ് ആപ്പിന്റെ പരസ്യങ്ങളാണ് വരുന്നത്. മനസ്സിലായോ? ഇതിനെ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു? ഇതൊക്കെ എല്ലാ രാജ്യത്തും ഇതുപോലുള്ള സംവിധാനങ്ങളുള്ളതാണ്. അവിടുത്തെ പൗരന്മാർക്ക് ഇത് ദൂഷ്യമാകുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രാജ്യങ്ങൾ അത് വ്യക്തമായിട്ട് സെൻസർ ചെയ്യും. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? ഈ കമ്പനികളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനികൾ ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള പാരിതോഷികങ്ങൾ കൊടുത്ത് സുഖിപ്പിച്ച് നിർത്തുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ അഞ്ജലി തന്നെ പറഞ്ഞു, ഇതിനു മുന്നേ ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത കാര്യം പറഞ്ഞു. ഇതൊന്നും രണ്ടുമല്ല, ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്ന പാലക്കാട് 9 മരണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. എന്നിട്ടും എന്തുകൊണ്ട് വ്യക്തമായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല? സൈബർ ക്രൈമിൽ വ്യക്തമായിട്ട് ആക്ഷൻ എടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് നിലവിലുണ്ട്. എന്നിട്ടും അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമാണ്. നമുക്കറിയാം അതുപോലെ മറ്റൊരു സൈബർ ക്രൈമാണ് ഈ ഓൺലൈൻ അറസ്റ്റ്. അതൊക്കെ ഇപ്പോഴും വിശ്വസിച്ച് കാശ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 1-2 രൂപയല്ല, കോടികളാണ്. ജനങ്ങളെ ആവശ്യത്തില് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവര് പറയുണ്ടാവും സൈബർ കുറ്റകൃത്യങ്ങളിൽ മറ്റേ വർഷം എന്ന് പറയുണ്ടാവും. പക്ഷെ അതൊക്കെ എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്? അതിന് ബോധവാന്മാരാക്കാൻ എന്തൊക്കെ നടപടികൾ നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ നടപടികൾ എടുക്കുന്നുണ്ടെന്നുള്ളത് ഇന്നും സംശയം തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ലോണുകളൊക്കെ എടുത്ത് പോകുന്നത് ജീവനാണ്, ആത്മഹത്യയാണ്. കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്?
മുന്നോട്ട് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ വരുന്ന സമയത്താണ് ആത്മഹത്യയെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുക എന്ന് പറയുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആളുകളോട് സംസാരിക്കുക, കൂട്ടുകാരോട് സംസാരിക്കുക, ടോൾ ഫ്രീ നമ്പറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന യുവതലമുറയുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നം എന്തായിരിക്കും ജോണേ? പണ്ടത്തെക്കാളും കൂടുതൽ ആത്മഹത്യാ നിരക്ക് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു വർഷം 2023 നോക്കുകയാണെങ്കിൽ ഒരു വർഷം ടോട്ടലി മെൻ ആൻഡ് വിമൻ 10,997 ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത്. രണ്ട് വിഭാഗങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ വർഷം കൂടുന്തോറും ആത്മഹത്യ വർദ്ധിക്കുന്നത് എന്നതാണ് ഇവിടെ ഒരു ചിന്താ വിഷയം വരുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻ്റൽ സ്റ്റെബിലിറ്റി പണ്ടത്തേക്കാളും കൂടുതൽ വളരെ കുറവാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഈ വാർത്ത ഈ അജീഷ് എന്നുള്ളൊരു വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം എടുത്തത് റുബിക് മണി എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്നാണ് കാശെടുത്തത്. അത് വെറും 6,000 രൂപയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വെറും 6,000 രൂപ ആഴ്ചയിൽ 1,000 രൂപ അടയ്ക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ലോൺ ആപ്പിലൂടെ പറഞ്ഞത്. അതായത് തന്നെ തട്ടിപ്പാണ്. ഒരിക്കലും അത്ര വലിയ ഫീസൊന്നും അടയ്ക്കാൻ പറയില്ല ഒരിക്കലും. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അദ്ദേഹം ഒരാഴ്ച മുടങ്ങിയപ്പോൾ തുടങ്ങി ഈ സ്കാമേഴ്സ് അതുപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വിളിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇവര് ത്രട്ടൺ ചെയ്യാണ് ഈ ന്യൂഡ് ഇമേജസ് അല്ലെങ്കിൽ മോർഫ് ചെയ്ത ഇമേജസ് ഒക്കെ പ്രചരിപ്പിക്കും എന്നുള്ളത് വാർത്തകൾ. അപ്പോൾ ഫേസ്ബുക്കിലോ അങ്ങനെ വാട്സപ്പിലൊക്കെ ഇവരെങ്കിലും പ്രചരിപ്പിച്ച ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടാവായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് മനോവിഷമം ഉണ്ടായിട്ടാണ്, അതായത് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കാശുണ്ടാക്കാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ആ ഭീഷണിയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം മരണമടയുകയാണ്. ഇതുപോലെ പല ആത്മഹത്യാ സംഭവങ്ങളും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇതിനൊരു കാര്യം കൂടി മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പുകളുടെ ടെക്നിക്സ് ആണ്. 2021 ആ സമയത്ത് ഇതുപോലത്തെ ഒരു ആപ്പ് ഞാനും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് സൈഫ് മണി എന്നാണ്. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് അറിയാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം കൂടി ഞാൻ അവിടെ ചേർത്ത് പറയുകയാണ്. ഒരു സേഫ് മണി എന്ന് പറഞ്ഞാണ് ആ ആപ്പിന്റെ പേര്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നോക്കുമ്പോൾ ഏകദേശം 44.8 റേറ്റിംഗ് ആണ്. അത്രത്തോളം സ്റ്റാർ റേറ്റിംഗ് വന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ റേറ്റിംഗ് മൊത്തം നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ മൊത്തം ഫേക്ക് റേറ്റിംഗ് ആണ്. നമ്മുടെ ഇന്ത്യയിലാണ് ആപ്പുകൾ എങ്ങനെയെങ്കിലും വിദേശത്തുള്ള ആൾക്കാരുടെ മാർഷലോ എന്തൊക്കെയോ പേരുകളൊക്കെയാണ് ഈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി ആപ്പ് മറ്റേന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ മലയാളികളും അതുപോലെ ഹിന്ദിക്കാരായ ആൾക്കാർ കൃത്യം, അതും വളരെ ന്യൂനപക്ഷമായ ശതമാനം മാത്രമാണ് ഈ ആപ്പ് വളരെ ബാഡാണ്, ഡേഞ്ചർ ആണെന്ന് മൊത്തം പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഏകദേശം ഒരു 10,600 രൂപ എടുത്തു. അപ്പോൾ ഇവർ പറയാണ് ഈ ഒരു ഒരാഴ്ച കൊണ്ട് ഇത്ര കാശ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഞാൻ കാശ് അടച്ചൊന്നുമില്ല. അപ്പോൾ ഇവർ വിളി തുടങ്ങി, നിങ്ങൾ കാശ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇമേജൊക്കെ ഞാൻ മോർഫ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് എൻ്റെ ഫോൺ മൊത്തം ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വീണ്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ഇമേജസോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കുകളോ ഒന്നുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പിൻ്റെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. ഈ ക്ലൗഡ് സ്റ്റോറേജിൽ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഉണ്ടായിരുന്ന പഴയ ഡാറ്റകൾ ഓവർ റൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ ഓൾറെഡി 0 ആയി. ഈ ആപ്പുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കെണിയാണ്. ഇത് ലോൺ ആപ്പല്ല. അതായത് മനുഷ്യരെ എങ്ങനെ പറ്റിച്ചു, ഇപ്പോൾ നമ്മൾ കാശ് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ് കൊടുത്താൽ ഇപ്പോൾ 3,600 രൂപയാണ് ഞാൻ എടുത്തെങ്കിൽ, ആ കാശ് മാത്രമല്ല അവർ പിന്നെ അത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇമേജസ് ഒക്കെ, അതായത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ധാരാളം പെർമിഷൻ ആക്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ പ്രശ്നം വരുന്നത്. അങ്ങനെ പെർമിഷൻ ആക്സസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമേജസ് ഒക്കെ അവരുടെ കയ്യിലാവും. അതെന്ന് പറഞ്ഞാൽ അവരുടെ വലിക്കാനുള്ള ഇമേജസ് ഇൻജെക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ അവർക്ക് സ്വന്തമാക്കാനുള്ള പൈറസി ലിങ്ക്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും. ഓൺലൈൻ അറസ്റ്റ് എന്ന് പറഞ്ഞതിൽ ഹണി ട്രാപ്പ്, ഇതിൻ്റെയൊക്കെ പരിപാടി കാശ് ഉണ്ടാക്കലാണ് പ്രധാന പരിപാടി. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇവരുടെ ലക്ഷ്യം കാശാണ്. അത് വെറും മറ്റീരിയലിസ്റ്റിക് ആയിട്ട് ലോകം നീങ്ങിപ്പോകുന്നുണ്ടോ എന്നതിന്റെ യഥാർത്ഥമായ അല്ലെങ്കിൽ സത്യസന്ധമായ ഉദാഹരണമാണ് ഈ ഒരു ചെറിയ ലോൺ ആപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ജോൺ പറഞ്ഞ കാര്യം ആരും അനുകരിക്കരുത്, അത് സംഭവിച്ചൊരു കാര്യം പറഞ്ഞു. 2, ഈ ലോൺ ആപ്പുകളിൽ നിന്നും വളരെ പെട്ടെന്ന് പണം കിട്ടും എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കുരുക്കുകളിൽ പോയി ചാടരുത്. 3, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എല്ലാം നേരിടാനുള്ള ഒരു മനഃശക്തി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി എന്നിലേക്ക് വരികയാണെങ്കിൽ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. വളരെയേറെ എല്ലാവർക്കും അറിയാം, ഒരു മുസ്തഫ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിന് മുന്നിലുള്ള പേര് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, അല്ലേ? ഷിംജിത. അതെ, തീർച്ചയായിട്ടും ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന പെൺകുട്ടി
ആ വിഷയത്തിലേക്കോ ആ വാർത്തയിലേക്കോ ഞാൻ കിടക്കുന്നില്ല. കാരണം കേരളക്കര എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകത്തിലുള്ള മലയാളികൾ എല്ലാവരും തന്നെ ചർച്ച ചെയ്ത വലിയ ഒരു ഇഷ്യൂ തന്നെയാണ് ദീപകിന്റെ മരണം എന്ന് പറയുന്നത്. അവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ പണമുണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രശസ്തയാകാനുള്ള ആ പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമാണ് ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമായത്. ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ ട്രെൻഡിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എന്താണ് ട്രെൻഡ്? ചിലപ്പോൾ ഒരു മ്യൂസിക് ബിറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. അതിൻ്റെയൊക്കെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ അല്ലെങ്കിൽ ഒരു കൗമാരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ ഷിംജിതയുടെ തമാശയാകാം, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കണ്ട് എനിക്കൊന്ന് റീച്ച് കിട്ടണമെന്നും മറ്റുള്ള ആളുകൾ എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു തോന്നലാകാം ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ റീൽസ് എടുക്കാം, ഒരു വിനോദത്തിന് വേണ്ടി മാത്രമാക്കണം. ഇത് വല്ലാതെ എന്നെ സ്പർശിച്ച ഒരു കാര്യം തന്നെയാണ്. ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന മനുഷ്യൻ്റെ ചിന്താഗതിയാണ് എൻ്റെ ചങ്കില് വല്ലാതെ സ്പർശിച്ചത്. ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ റോജി പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ മരണപ്പെട്ട വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും ആയിട്ടില്ല. ഞാനിപ്പോ ഒരു സംഭവം ചെയ്തു, അത് റോജിയുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ അത് റോജിക്ക് ചിലപ്പോൾ തെറ്റായിട്ട് ശരിയായിട്ടും തോന്നാം, പക്ഷെ എന്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കാം. നമുക്ക് അങ്ങനെ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അവനവൻ്റെതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി ചെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക. അതാണ് ശരിക്കും ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള. ആ വ്യക്തി, ആ മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്താണ് അവിടെ ചെയ്തതെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കൈ ഉയർത്തിയെന്നാണ് പറയുന്നത്. ഇറങ്ങാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ആ വീഡിയോ ഒന്നുകൂടി കണ്ടറിയാം, ഇറങ്ങാൻ വേണ്ടി 2 കൈ ഒരുമിച്ചാണ് ഉയർത്തുന്നത്, ഒരു കയ്യിൽ ബാഗിരിപ്പുണ്ട്. ഏതൊരു മനുഷ്യനും എവിടെയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളാണെങ്കിലും ശരി, നമ്മള് ചുറ്റുപാടും ശ്രദ്ധിക്കാതെ ഇറങ്ങാനുള്ള ടെൻഷൻ അടക്കി നമ്മളാണെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മൾ തിരിഞ്ഞ് ചുറ്റും നോക്കിയിട്ട് പരിപാടി നടക്കത്തില്ലല്ലോ. നമ്മൾ എത്ര പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങാനേ നോക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ഒരു സ്ത്രീ കൂടിയുണ്ട്. സ്ത്രീയുടെ ഒരു അഭിപ്രായം കൂടി ഇതിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അത്? ആ വീഡിയോ തന്നെ വ്യക്തമാണ്. കാരണം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടാത്ത ഒരു പെൺകുട്ടി പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നുമല്ല തോന്നുക. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക എങ്ങനെ രക്ഷപ്പെടാം. ആദ്യം ഒന്ന് പാനിക് ആവും, അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടാണ് നോക്കുക. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് എന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പഴുതാണ് നമ്മൾ ആദ്യം നോക്കുക, ഫോണല്ല. അപ്പൊ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുള്ളത്. അതായത് സുന്ദരിയായ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് എന്നെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. മറ്റൊരു പഠനം പറയുന്നത് 10 പെൺകുട്ടികൾ നിരത്തിലിറങ്ങി കഴിഞ്ഞാൽ അത് 4 പെൺകുട്ടികൾ ഇതേപോലെ തൊണ്ടലിനും അതിനൊക്കെ ഇരയാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതൊരു പഠനം പറയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത് കേരളത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് കഴിയും. പല ആളുകളും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പല രീതികളിലായിരിക്കും. രാജാവും പരിവാരങ്ങളും അന്ന് തടവറയിലേക്ക് ചെന്നു. അവിടെ നിരവധി കുറ്റവാളികളെ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. രാജാവ് ഒരു തടവറയുടെ മുന്നിൽ ചെന്ന് നിന്നു. അവിടെ ഒരു കുറ്റവാളിയുടെ കയ്യിലും കാലിലും ചെങ്ങലയിട്ട് ബന്ധിച്ചിരുന്നു. അയാൾ തനിക്ക് വരാൻ പോകുന്ന വധശിക്ഷയെ ഓർത്ത് തലകുനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. രാജാവ് ആ കുറ്റവാളിയോട് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞാനൊരു അവസരം തരാം. ഇന്ന് രാത്രിയിൽ കാവൽക്കാരില്ലാത്ത ഒരു വാതിൽ ഇവിടെ ഉണ്ടാകും. അതിലൂടെ തനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ സൂര്യോദയത്തിന് മുൻപ് നിങ്ങളെ തൂക്കിക്കൊല്ലും. ഇത് പറഞ്ഞ് രാജാവ് ആ കുറ്റവാളിയുടെ കാലിലും കയ്യിലുമുള്ള ചെങ്ങലകൾ അഴിച്ചു മാറ്റി. അവർ അവിടെ നിന്ന് പോയി. കുറ്റവാളി ചുറ്റും നോക്കി. മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വിൻഡോ കണ്ടു. അതിലൂടെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കി. കഴിയില്ല. കൂറ്റൻ ഇരുമ്പുകളാൽ ബന്ധിച്ചിരിക്കുകയാണ് അത്. പിന്നീട് ചുറ്റും പരിധിയപ്പോഴാണ് കണ്ടത് കുതിർന്ന് നനഞ്ഞ ഒരു പ്ലാസ്റ്റിക്കിൽ നിലത്ത് കിടക്കുന്നു. അതൊന്ന് മാറ്റിയപ്പോഴാണ് അത് നിലവറയിലേക്കുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലായത്. അതിലൂടെ അയാൾ മെല്ലെ താഴേക്കിറങ്ങി. നിലവറ ചെന്നെത്തിയത് ഒരു ഗേറ്റിനടുത്തേക്കായിരുന്നു. ആ ഗേറ്റ് തുറന്ന് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ വലിയ കരിങ്കൽ ഭിത്തിയാണ് കണ്ടത്. ആ കരിങ്കൽ ഭിത്തിക്ക് അപ്പുറം ഒരു നദി ശാന്തമായി ഒഴുകുന്നു. അവിടെ ചെറിയൊരു വാതിലും. ഈ നദിയിൽ ഇറങ്ങി തനിക്ക് നീന്തി രക്ഷപ്പെടാം എന്ന് ഈ കുറ്റവാളി വിചാരിച്ചു.
പക്ഷേ ഈ കരിങ്കൽ ഭിത്തി തകർക്കാനോ ഈ വാതിൽ തുറക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. നേരം വെളുക്കുമ്പോഴും ശ്രമിച്ചു. കഴിയാതെ ആയപ്പോൾ നിരാശനായി വന്ന വഴിയിലൂടെ ഇയാൾ തിരിച്ചു നടന്നു. താൻ താമസിച്ച തടവറയിൽ തിരിച്ചെത്തിയപ്പോൾ രാജാവും പരിവാരങ്ങളും മുന്നിൽ നിൽക്കുന്നു. രാജാവിനോട് അയാൾ പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. കാവൽക്കാരില്ലാത്ത ആ വാതിൽ ഞാൻ കണ്ടു, പക്ഷേ അതെനിക്ക് ഒരിക്കലും തുറക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു എന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ പറ്റിക്കുകയായിരുന്നില്ല. ഈ മുന്നിൽ കാണുന്ന ഈ ഡോർ തന്നെയാണ് കാവൽക്കാരില്ലാതിരുന്നത്. ഇന്നലെ രാത്രി പോയപ്പോൾ ഇത് പൂട്ടിയിരുന്നില്ല, തുറന്നിട്ടേക്കായിരുന്നു എന്ന്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്. നമ്മളുടെ മുന്നിൽ വിശാലമായ വഴികളുണ്ടാവും, പക്ഷേ ലളിതമായി ചിന്തിക്കാതെ അതികഠിനമായി ചിന്തിച്ച് വലിയ നിലകളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴാണ് വലിയ വലിയ പ്രതിസന്ധികളിലേക്ക് നമ്മൾ എത്തിപ്പെടുക. ലളിതമായി ചിന്തിക്കാൻ നമുക്ക് ശീലിക്കാം. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.